എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പെയ്ഡ് സെഷനിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ് ആണ്. നിങ്ങൾ ഇതുവരെ എന്ത് മനസ്സിലാക്കി, ഇനി എന്തൊക്കെ മനസ്സിലാക്കാൻ കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി നിങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇനി മുതൽ അങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം യൂട്യൂബിലേക്ക് പോവില്ല. കാരണം കുറച്ച് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല എന്നതുകൊണ്ട് നമ്മളതിനെ ഫിൽട്ടർ ചെയ്യും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ക്ലാസ്സാണോ പങ്കെടുക്കുന്നത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതിനെ പറ്റി ചോദിക്കാം. ചോദ്യങ്ങൾ ഏറ്റവും അനിവാര്യമാണ്. ചോദ്യങ്ങൾക്ക് ഓൾവേസ് വെൽക്കം. അങ്ങനെ കടന്നു പോവുകയാണ് ക്ലാസ് ഉണ്ടാവുക. കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, നന്ദിയോടുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനമായി മാറും. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ നന്ദി തിരികെ ലഭിക്കുമെന്ന് മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉള്ളറിഞ്ഞ് നല്ല വ്യക്തതയോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കണം. അതിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നതിനേക്കാളും പ്രധാനം നമ്മൾ എന്ത് അനുഭവിച്ചു എന്നുള്ളതാണ്. ആ അനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും അതൊരു പ്രചോദനമായി മാറുകയും അവരും അതിലേക്ക് നടന്നു പോകാനുള്ള സാഹചര്യം നമ്മൾ എല്ലാവരും സൃഷ്ടിക്കണം. ഇവിടെ ഹാപ്പിനെസ് മാസ്റ്റർ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് സർവർക്കും നന്മയുണ്ടാകണം എന്നുള്ളതാണ്. സർവോപരി എല്ലാവരും നന്മ എത്തണം എന്നുള്ളത്. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഓരോ ആൾക്കും വേണ്ടത് നമ്മുടെ സത്യം എന്താണോ ആ സത്യത്തെ മനസ്സിലാക്കാനും ആ സത്യം അവരിലേക്ക് എത്താനുമുള്ള ഒരു പ്രചോദനം നൽകുക എന്നതാണ് നമ്മുടെ ഉത്തമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും നിങ്ങൾ അത് അനുഭവിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് തന്നെ നൽകാൻ തയ്യാറാവുന്ന തരത്തിലായിരിക്കണം മാറ്റമുണ്ടാവുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മാറ്റമുണ്ടാവുക. നമ്മളിലുള്ള ഒരു സത്വനെ, നമ്മളിലുള്ള ഒരു സത്വത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ വിശാലമായി മാറുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സന്തോഷം അല്ലെങ്കിൽ സമാധാനം, സംതൃപ്തി എന്നത് അനുഭവിക്കുക എന്ന് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ളതിനെ പിശുക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ചുരുട്ടിക്കൂട്ടി നിൽക്കുകയുള്ളൂ, അല്ലാതെ തുറന്ന് അതിന് പെരുക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് പെരുകിയെടുക്കാൻ സാധ്യതയില്ല. നമ്മളതിന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് പല സ്ഥലത്തേക്കും എത്തി പലരിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി വീണ്ടും കൂടുതൽ നന്മ നമ്മളിലേക്ക് എത്തും എന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി നന്മയുണ്ടാവുന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞ, നമുക്ക് അനുഭവിച്ച കാര്യങ്ങളെ സസൂക്ഷ്മം പറയാനും അനുഭവിക്കാനും അത് ഉൾക്കൊള്ളാനും, അതേപോലെ കേൾക്കുന്നവരോടുമുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞു കേൾക്കുമ്പോഴും അത് അനുഭവിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നിങ്ങൾക്ക് ഒരാൾ നല്ലത് പറയുമ്പോൾ അത് കേൾക്കാനുള്ള സന്മനസ്, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള അസൂയയോ അല്ലെങ്കിൽ കുശുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാൻ മാറേണ്ട സമയമായിരിക്കുന്നു. കാരണം ആ ചിന്താഗതിയാണ് നിങ്ങളെ മാറ്റുന്നത്. കാരണം ഒരിക്കലും അസൂയ, കുശുമ്പ്, പരദൂഷണം അല്ലെങ്കിൽ മറ്റ് താഴ്ന്ന നിലവാരമുള്ള ചിന്താഗതികൾ കൊണ്ട് ഒരാൾക്ക് ഉയർന്ന തലത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഒരാൾക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ചിന്താഗതികൾ ഉയർന്നതായിരിക്കണം. എല്ലാത്തിനെയും അംഗീകരിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പോകാൻ സാധിക്കുന്നയാൾ എപ്പോഴും മുകളിലൂടെയായിരിക്കും യാത്ര ചെയ്യുക എന്നറിയണം. കാരണം താഴെ ഒരുപാട് ആൾക്കാരെ കാണാനും അത് ഉൾക്കൊള്ളാനും സാധിക്കുന്നയാൾക്ക് മാത്രമേ മുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആൾ താഴെ തന്നെ കിടക്കും, മുകളിലോട്ട് നോക്കി ഇരിക്കുക മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ഇതൊന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ റെഡിയാണല്ലോ എല്ലാവരും? എടുത്തോളൂ, ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. പെട്ടെന്ന് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളോടും കൂടി എല്ലാവരും പോരട്ടെ. ഇപ്പൊ യൂട്യൂബിന്റെ താഴെയൊക്കെ കമന്റുകൾ കുറവാണ്. കാരണം ഞാനിപ്പോ
നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ പറ്റി പറയാൻ. ഹാപ്പി ആൻഡ് റെഡി പറയുന്നില്ല, തുടങ്ങിക്കോളൂ വീണ്ടും. ഹാപ്പി ആൻഡ് റെഡി ആയവർ മാത്രം, ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ എല്ലാവരും ഹാപ്പി ആൻഡ് റെഡി ആണെങ്കിൽ ഹാപ്പി ആൻഡ് റെഡി ടൈപ്പ് ചെയ്തോളൂ. യെസ്, കമൺ 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 കമൺ. ആ, ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ മുമ്പ് നിങ്ങൾ കേൾക്കാറില്ല അല്ലേ? അല്ലെങ്കിൽ പണ്ട് നാളെ 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 എന്ന് കേൾക്കാറില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും ലോട്ടറി ആണെന്നല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ കയറുമ്പോ അധികം ഓർക്കുക ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. ദിനേശ് സാറിന് ഓർക്കുമ്പോ അപ്പൊ ഓർമ്മ വേണം ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. അതെ, അപ്പോൾ മസ്തിഷ്കം ഇങ്ങനെ അതിനു വേണ്ടി പ്രകമ്പനം കൊള്ളും. എന്തിനാണ്? ഹാപ്പി ആൻഡ് റെഡി ആണ്. ഹാപ്പി, സന്തോഷത്തോട് തയ്യാറാവാൻ റെഡിയാ. എല്ലാ 24 മണിക്കൂറും ഈ മസ്തിഷ്കം ഇതിനു വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടതിലെല്ലാം ഒരു പാമ്പ് ഇഴഞ്ഞു പോയാലും ആഹാ പാമ്പ് എന്താ രസം എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം അല്ലെ? എത്ര പേർക്കുണ്ട് ഇവിടെ? അതുണ്ടാവണം. ഒരു പഴുതാര അതിൽ പോയാലും ഒരു പാറ്റ മുമ്പിലോട്ട് പോയാലും ആഹാ മനോഹരം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് സന്തോഷം നിറയണം നമ്മളിൽ. എങ്കിൽ മാത്രമാണല്ലേ. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, മധുരം കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷമുള്ളൂ, കയ്പ് കിട്ടിയാൽ സന്തോഷമില്ല എന്ന് പറയുന്നവനെ നിത്യ സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. പാമ്പിനെ കണ്ടാലും പഴുതാരയെ കണ്ടാലും പൂച്ചയെ കണ്ടാലും പിന്നാരെ ഉറുമ്പിനെ കണ്ടാലും ചിരിക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ സന്തോഷവാൻ എന്നറിയുക. അപ്പോൾ ഇതിനു വേണ്ടി അത് എപ്പോഴും മനസ്സ് ഇതിനു വേണ്ടി തുടിച്ചു നിൽക്കുമ്പോൾ സന്തോഷം 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 സന്തോഷം, ഹാപ്പി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പിന്നെ ഒന്നും നോക്കാനില്ല, അവൻ സദാ പുഞ്ചിരിക്കുന്നവനായിരിക്കും. കാരണം എന്താ? അതിനപ്പുറത്തേക്ക് അവന് വേറെ വികാരങ്ങളില്ല. ബാക്കി എല്ലാ വികാരങ്ങളും അതിന് താഴെയാണ് നിൽക്കുന്നത് എന്ന് അറിയണം. അതറിയുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്കൊരു മാന്ത്രികത അല്ലെ, നിങ്ങൾക്കൊരു മായാജാലത്തെ പറ്റിയിട്ട് പറയാനാണ് ഇന്നത്തെ ക്ലാസ്. എന്താണെന്ന് പറയാൻ പോകുന്നത്? അല്ലേ, ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് സബ്ജക്റ്റ്? ഞാനും ഒന്ന് ജീവിതം മാറാനുള്ള രഹസ്യം. എത്ര പേർക്ക് ജീവിതം മാറാനുള്ള രഹസ്യം അറിയാം? ഇവിടെ പറയട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്തേ. അവരവര് പേര് ടൈപ്പ് ചെയ്ത് ജീവിതം മാറാനുള്ള രഹസ്യം അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അവരവര് പേരുകൾ. നോക്കട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് നോക്കട്ടെ, സമയമില്ല നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. പറട്ടെ. യെസ്, ജീവിതം മാറാനുള്ള അറിയുന്നവർ. അറിയുന്നവർ വട്ടെ. പത്മിനി അമ്മക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ സാധ്യതയില്ല, കാരണം ഈ പറഞ്ഞ ക്ലാസ്സിലൊന്നും പത്മിനി അമ്മ ഇല്ല. പിന്നെ എങ്ങനെയാണ് ജീവിതം അറിയാൻ രഹസ്യം അറിയുന്നത് അല്ലേ? അതാണ് ഇന്ന് ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. യെസ്, അറിയാത്തവർക്ക് യെസ്, ബാക്കി പെട്ടെന്ന് ടൈപ്പോളൂ. പേര് 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 പേര്. അപ്പൊ കുറേ പേർക്ക് ജീവിതം അറിയാൻ രഹസ്യം ഓൾറെഡി അറിയാം. കാരണം എന്താണെന്നറിയോ? അവർ നമ്മുടെ ക്ലാസ്സിൽ കയറി ആ രഹസ്യം മനസ്സിലാക്കിയവരാണ്. അപ്പൊ അവരോട് തന്നെയാണ് വീണ്ടും ഒന്നുകൂടി ആ രഹസ്യത്തെ പറയുന്നത്. ഇപ്പൊ യൂട്യൂബിലേക്ക് നാളെ കാണുന്നവർക്കും ഫേസ്ബുക്കിൽ കാണുന്നവർക്കുമായിട്ട് പറയുകയാണ്, ഇവിടെ മനസ്സിലാക്കിയ ഇവിടെയൊക്കെ ഇവിടെ സ്റ്റുഡൻസ് ഓൾറെഡി ജീവിതത്തിന്റെ രഹസ്യം പഠിച്ചു കഴിഞ്ഞവരാണ്. അതാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. ശരിയാണ് പറഞ്ഞത്. മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് തുടക്കമായതുകൊണ്ടാണ്. കൂടുതൽ പ്രാക്ടീസ്, കുറച്ചൊക്കെ മനസ്സിലാക്കി വരും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് വരും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ മാറാനുള്ള രഹസ്യം എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഇന്നൊരു ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കാം. കാരണം വലിയ ഫിലോസഫിക്കൽ ആയിട്ട് അടഞ്ഞ അധ്യായങ്ങളല്ലാതെ ഒരു 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 ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ലളിതമായിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെ ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ട്? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാശിന് കാശുണ്ട്, അങ്ങനെ കരുതിക്കോളൂ. കാശില്ലാത്തവരാരും ഇവിടെ ഇല്ല, എല്ലാവരെയും കാശുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യണ്ട. കാശിന് കാശുണ്ട്, നല്ല ജോലിയുണ്ട്, സ്നേഹമുള്ള കുടുംബമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലിയില്ല, അല്ലെങ്കിൽ സ്നേഹമുള്ള കുടുംബമില്ല. ഇങ്ങനെ പലരും പല വ്യത്യാസം. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ട് പോലും രണ്ടുപേരും ചിന്തിക്കുന്നു, എന്തോ ജീവിതത്തിൽ എനിക്കൊരു കുറവുണ്ട്. എന്താണത്? ഒരു ശൂന്യത നമ്മൾ അറിയുന്നുണ്ട്. ഇത്രയും കാലം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട്, അത് കറക്റ്റ് 111 നമ്പർ. ഓക്കെ, ഒരു ശൂന്യത ഞാൻ അനുഭവിക്കുന്നു. ഞാനൊക്കെ കടന്നു വന്ന വഴികളാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യം, നിങ്ങൾ വായിച്ചവരുണ്ടാവുമല്ലോ അല്ലെ? മനസ്സൊരു വിസ്മയം വായിച്ചവരെല്ലാവരും, ഇരിക്കുന്നവരെല്ലാവരും വായിച്ചവരാണ്. വായിക്കാത്തവരാണെങ്കിൽ വായിക്കുക. ഇതിൽ ആദ്യത്തെ ആൾ, ആ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സുജിത്തിന്റെ മാനസികാവസ്ഥ എന്താണ്? ഒരു ശൂന്യത. എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബട്ട് ജീവിതത്തിന് ഒരു ശൂന്യതയാണ്. അത് നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരെയും അലട്ടുന്ന ഒരു വിഷയമാണ് ഈ ഞാൻ പറഞ്ഞ ശൂന്യത എന്ന് പറയുന്നത്. ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ചിന്തിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഈവൻ ദോ, എന്നാലും
നമ്മൾ ഒരു ശൂന്യത അനുഭവിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നു പുതിയൊരു ജോലി കിട്ടിയാൽ നമുക്ക് ഇതിൽ നിന്ന് വിഷയം കിടക്കാം, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിച്ചാൽ ഈ വിഷയത്തിൽ നിന്ന് കിടക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിൽ എത്തിപ്പെട്ടാൽ ഞാൻ ഇതിനകത്ത് കിടക്കാം. അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ കുട്ടി പ്രേമിക്കുന്ന പ്രായത്തിലേക്കാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് കാലത്ത് നിങ്ങളൊക്കെ പ്രേമിക്കുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ കമിതാവ് എന്തെങ്കിലും പറഞ്ഞു ഉടയ്ക്കപ്പോഴേക്കും മറ്റൊരാളെ കണ്ടെത്തുന്നതായിരിക്കും നല്ല. അത് ശരിയാവും, വിഷയമില്ല. ഇപ്പൊ വീട്ടിൽ സുഖമില്ലെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ വീടൊന്ന് മാറിയാൽ നമുക്ക് സ്വസ്ഥമാകും, അല്ലേ? റൂമാണെങ്കിൽ റൂം, ഫ്ലാറ്റ് മാറാൻ ഇപ്പൊ ജോലി ചെയ്തുമ്പോൾ ജോലിയിൽ ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ഈ ജോലി മാറിയാൽ എനിക്കൊന്ന് സ്വസ്ഥമാകും. അങ്ങനെ വിചാരിച്ച് മാറിയിട്ട് സ്വസ്ഥത ലഭിച്ച എത്ര പേര് ഇവിടെ ഉണ്ട്? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് മാറി, ഞാൻ വീട് മാറി, അല്ലെങ്കിൽ ഞാൻ ഇത് മാറി, എന്നിട്ട് ഞാൻ സ്വസ്ഥമായി എന്ന് പറയുന്നത് ആ സന്തോഷം ലഭിച്ച എത്ര പേരിവിടെ ഉണ്ട് ഒന്ന് പറയാം. ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ എക്സ്റ്റേണൽ എന്ന് പറയാ, അതിന് നമ്മൾ പറയാം എക്സ്റ്റേണൽ തിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള മാറ്റം. ഈ ഭൗതികമായ മാറ്റം മാറിയിട്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ച എത്ര പേര് എന്റെ മുമ്പിൽ ഇരിക്കുന്നു? ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ യൂട്യൂബ് കാണുന്നവരും പറയാം, നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് വീട്ടിലേക്ക് മാറിയപ്പോൾ ഞാൻ സ്വസ്ഥതയായി, അല്ലെങ്കിൽ ഇന്ന് പുതിയ ആളുമായിട്ട് ബന്ധം സ്ഥാപിച്ചപ്പോൾ ഞാൻ സ്വസ്ഥയായി, പുതിയ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ ഞാൻ എല്ലാം സ്വസ്ഥമായി, അല്ലെങ്കിൽ ഒരുപാട് ശമ്പളം കുറച്ച് കൂട്ടി കിട്ടിയപ്പോൾ ഞാൻ സ്വസ്ഥമായി. എത്ര പേർക്ക് പറയാൻ പറ്റും? ജസ്റ്റ് കമോൺ ടൈപ്പ് ഇറ്റ്. ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. അതിന്റെ സാധ്യത വളരെ വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാറ്റം എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമുക്ക് മാറാൻ സാധിക്കാത്തത്? മാറണം എന്ന് പറഞ്ഞ് നിത്യവും ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ല? ശമ്പളം കൂട്ടി കിട്ടിയാൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പോ എവിടെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? അതാണ് പ്രധാനം. നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പലതിനെ മാറ്റാൻ ശ്രമിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനെ മാറ്റിപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. അത് മാറ്റിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ യഥാർത്ഥ മനസ്സിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതാണ് നമ്മളെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ കാരണമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ മനസ്സിനെ മാറണമെന്ന് വിചാരിച്ചു, മാറിയില്ല. അതിൽ നിന്ന് വിജയിച്ചു, ഓക്കെ, മാറിയില്ല, ഓക്കെ, അത് എനിക്ക് മനസ്സിലായില്ല എന്താണ് എഴുതിയത്. അപ്പോ നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്തിയെടുക്കതിലൂടെ മാത്രമേ നമുക്ക് വേണ്ടതെല്ലാം നേടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മനസ്സിനെ മാറ്റപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ, മൈൻഡ് ട്യൂണിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ട്. എന്താണ് മൈൻഡ് ട്യൂണിങ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് മനസ്സിനെ മാറ്റപ്പെടുത്തിയെടുക്കുക? മനസ്സിനെ മാറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ മനസ്സിനെ ട്യൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യം. മൈൻഡ് ട്യൂണിങ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. പക്ഷേ ഇത് എത്ര ശക്തിയുള്ള, എത്ര തീവ്രമായിട്ടുള്ള പ്രക്രിയയാണെന്ന് എത്ര പേർക്കറിയാം? എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? തീവ്രമായിട്ടുള്ള എത്ര എന്താ പറയാ, ഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയും. അതായത് നമ്മുടെ ചിന്തകളെ കൃത്യമായ, നേരത്തെ പറഞ്ഞു, ഉയർന്ന ആവർത്തിയിലേക്ക്, അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന അവസ്ഥ വളരെ താഴ്ന്ന ആവർത്തിയിലായതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ശരിയായില്ല, അത് ശരിയാവുന്നില്ല, അതില്ല, എനിക്കിത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ഏറ്റവും താഴ്ന്ന ആവർത്തിയാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സന്തോഷം, സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന ആവർത്തിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളെ, സാധാരണ ഒരു മനുഷ്യന് 65,000 മുതൽ 75,000 വരെയുള്ള ആവറേജ് ചിന്തകൾ ഒരു ദിവസം 24 മണിക്കൂറിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇത്രയും ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ ചിന്തകളെ കൃത്യമായ രീതിയിലേക്ക് വിനിയോഗിക്കാൻ, ചിന്തകളുടെ എണ്ണം കുറക്കൽ പോസിബിൾ അല്ല, അതിന് വിനിയോഗം കുറക്കാൻ, അതിനെ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ, അതാണ് ട്യൂണിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മാത്രം ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ. ഒരു കുടത്തിൽ നിറയെ വെള്ളം കിടപ്പുണ്ട്, ആ വെള്ളം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കോരിയെടുക്കാൻ പറ്റുന്ന ലളിതമായ പ്രക്രിയ. അപ്പൊ ഈ ഉയർന്ന ആവർത്തിയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യാനുള്ള ഒരു വിദ്യ പഠിക്കണം, ഇത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത്
നമ്മളുടെ ചിന്തകൾ എങ്ങോട്ട് തിരിക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നമ്മൾ ദിവസവും ചെയ്യുന്ന ചിന്തകളിൽ 80% റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ എത്ര കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു എന്നൊന്ന് നോക്കിയാൽ മതി. കാരണം നമ്മളത് പറഞ്ഞ് കുറേ പ്രാവശ്യം ഒരേ സംഭവത്തെ ആവർത്തിച്ച് തന്നെയാണ് റിപ്പീറ്റഡ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആവും. അതിലേറ്റവും അധികവും നെഗറ്റീവായ ചിന്തകളായിരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചുണ്ടാവുന്നത്. അതായത് പണ്ടുണ്ടായ പരാജയങ്ങൾ, കുറ്റബോധങ്ങൾ, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, അയ്യോ ഇതൊക്കെ ശരിയാവുന്ന കാര്യമല്ല എന്ന പോലുള്ള ഭയം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കും. ഞാനിത് ചെയ്തു, ഇനി അവര് പറയട്ടെ ഇത് ശരിയായോ ഇല്ലയോ എന്ന്. അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാനായിട്ട് നമ്മൾ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകും. അത് വളരെ കൃത്യമായി പാകപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇവയെല്ലാം നമ്മൾ ഈ പറഞ്ഞ കുറ്റബോധം, പരാജയ ബോധങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ബോധം, ഇതൊക്കെ നമ്മളിൽ താഴ്ന്ന ഊർജ്ജ നില ഉണ്ടാക്കുന്നതാണ്. ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ കഠിനാധ്വാനങ്ങൾ എത്ര ചെയ്യുന്നു എങ്കിലും അത്രയും തന്നെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി വൈബ്രേഷൻസുകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് മൈൻഡ് ട്യൂണിങ്ങിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതും. അതിനുള്ള റീസെറ്റ് ബട്ടൺ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. എന്താണ് റീസെറ്റ് ബട്ടൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്തായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾക്ക് തലയിടില്ല, അനാവശ്യ കാര്യങ്ങൾക്ക് പോവില്ല, ആവശ്യമുള്ളതിലേക്ക് മാത്രം നമ്മൾ തിരിയുമെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ കറക്റ്റ് ചെയ്യും. ഇതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്തായിരുന്നു, എന്താണ് ഇതിവിടെ പറഞ്ഞത്, എന്താണ് ഇതിൽ നിങ്ങൾ ഉണ്ടായ വികാരം എന്ന് പറഞ്ഞ് പലർക്കും അത് ഹേർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ മാറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിലല്ല കാര്യം, ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ തന്നെയും ഏത് ചിന്താഗതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ ആവർത്തി നമ്മൾ ബിൽഡ് ചെയ്ത് എടുത്താൽ മാത്രമേ ഈ കഠിനാധ്വാനം അതിന്റെ ഫലമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ കഠിനാധ്വാനം വീണ്ടും താഴേക്കുള്ള ഫലത്തിലേക്ക് തന്നെ മാറുന്നത്. ഇത് നമ്മുടെ പ്രത്യേകത, എല്ലാ ബ്രെയിനിന്റെയും പ്രത്യേകത ഇങ്ങനെയാണ്. ഈ ബ്രെയിൻ ആണ് നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണെന്ന് അറിയാം. അപ്പൊ ബ്രെയിൻ ആണ് ഇതിനെയൊക്കെ, ബ്രെയിനിനെ ഒന്ന് പുനഃക്രമീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും, മനോഭാവം മാറും. അപ്പോൾ എന്ത് മാറും? അത് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ ചിന്തകൾ മാറുന്നു, മനോഭാവം മാറുന്നു. അപ്പോൾ നമ്മുടെ എന്ത് മാറും? ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്തായിരിക്കും മാറുക? ടക്ക് 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 പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ് പോരട്ടെ. യെസ്, ചിന്തകൾ മാറുന്നു, മനോഭാവം മാറുമ്പോൾ എന്ത് മാറും? യെസ്, അറിയാം, എല്ലാവർക്കും അറിയാം. അറിയാത്തവരെല്ലാം പെട്ടെന്ന് ടൈപ്പ് ചെയ്തോ. ശ്രദ്ധിച്ചു നോക്കിയിട്ട്, നമ്മുടെ ജീവിതം മാറുന്നു. ഇതല്ലേ നമുക്ക് ആവശ്യം, ഇതല്ലേ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ മനോഭാവം മാറണം, നമ്മുടെ ചിന്താഗതി മാറണം. ഇതാണ് മൈൻഡ് ട്യൂണിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പലതരം ചിന്തകളുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്നറിയോ? ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ആൾക്കാർ പറയും, എന്റെ ചിന്ത ഐ എം വെൽത്തി, ഐ എം ഹെൽത്തി, ഐ എം മണി, ഐ എം പ്രോഫിറ്റ് മേക്കർ, ഐ എം എന്താ പറയുക, ഐ എം ട്യൂൺ മൈ മൈൻഡ് സെറ്റ് എന്നുള്ള പോസിറ്റീവ് ചിന്തകളായിരിക്കാം നിങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടൊക്കെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവര് പറയും, അയ്യോ സാറേ എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഒരു ഭാഗ്യമില്ലാത്ത ആളാണ്, എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ തന്നെയാണ്, ഞാൻ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാണ്, ഒന്ന് വിട്ട് എന്നെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ഒന്നും എങ്ങനെയെങ്കിലും ആയിട്ട് തലവരും, അപ്പൊ വേറെ ഒന്ന് വരും, എന്നിട്ട് ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലവരും, അപ്പൊ അതാ വേറെ കിടക്കുന്നു, ഒരു രക്ഷയില്ല, ഇനി ഞാൻ ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ്, എത്ര ശ്രമിച്ചിട്ടും എനിക്കിതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല എന്ന് പറയും. ഇത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന പല ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവരവർ തന്നെ സാക്ഷ്യപ്പെടും. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അവരെത്ര കണ്ട് മാറി, അവർ ഏത് രീതിയിലാണ് മാറി, ഇന്ന് അവരുടെ ജീവിതം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസ് ആയിട്ടും മറ്റൊക്കെ ചാനലിൽ കാണുന്നതാണ്. ഞാനായിട്ട് ഇവിടെ ഒറ്റ കമന്റ് അതിൽ രേഖപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ അനുഭവം നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങൾ തന്നെ പറയുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മോശമായി ലഭിച്ചിട്ടുണ്ടോ? അതും പറഞ്ഞോളൂ. ഐ എം ഓക്കെ, എനിക്കതെല്ലാം സ്വീകരിക്കാൻ. അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടുന്ന സൗഭാഗ്യം എനിക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല
എന്നുള്ള ചിന്തകൾ ഉള്ളവരോടാണ് മറുപടി. എൻ്റെ മനസ്സ് എപ്പോഴും എൻ്റെ ശരീരവും മനസ്സും എപ്പോഴും തളർന്നാണ്, എനിക്ക് വയ്യ എന്ന് ചിന്തിക്കുന്നവരോട്. അല്ലെ, ഇവിടെ എത്ര ആൾക്കാര് കൈകാല് വേദനയും മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ ആയിട്ട് ശരീരത്തിന് സുഖമില്ല, അല്ലെ ഏതൊക്കെ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറക്കുകയാണ്. അവരൊക്കെ കിടന്ന് പറക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അല്ലെ, ഒരു മിനിറ്റ് പോലും നിൽക്കാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ആത്മവിശ്വാസം തീരെ ഇല്ലാത്തായി വരുന്നവരോട് നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ നിങ്ങൾ ട്യൂൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആത്മവിശ്വാസം അല്ലെങ്കിൽ മനസ്സിന് കൃത്യമായി പോസിറ്റീവ് വൈബ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ കാണാതിരിക്കുന്ന അവസരങ്ങൾ പോലും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. നഷ്ടപ്പെട്ട പ്രതീക്ഷകളൊക്കെയും നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന് പറക്കാൻ തയ്യാറായി നിൽക്കുന്നത് കാണാൻ പറ്റും. ആത്മവിശ്വാസം തകർന്നെടുത്ത് തുടങ്ങണം. അതുകൊണ്ട് നമ്മൾ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള അടിമകളായി മാറാതെ മനസ്സിനെ ട്യൂൺ ചെയ്ത് അതിനെ അത്ഭുതകരമായ മാറ്റങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കണം. ഇവിടെ 90% ക്ലാസ് എടുത്തവരിൽ മാറ്റം ഉണ്ടായിട്ടില്ല, 10% മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം 10% ആൾക്കാർ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ചിന്തകളെ പ്രകാശമുള്ളതാക്കി മാറ്റണം. നിങ്ങളുടെ വികാരങ്ങളെ ശാന്തമാക്കി മാറ്റാൻ പറ്റണം. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഐശ്വര്യത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകണം. അത് നമ്മൾ ഉണ്ടാക്കി കടത്തിക്കൊണ്ടുപോകണം. ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ മാറ്റപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന രഹസ്യം എന്ന് പറയുന്നത്. ഈ ഒരു രഹസ്യത്തിലൂടെ, മനസ്സിനെ മനസ്സിലാക്കുന്ന രഹസ്യത്തിലൂടെ, മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രഹസ്യത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ജീവിതം നിങ്ങൾക്ക് മാറ്റപ്പെടുത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈൻഡ് ട്യൂണിങ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ ശാസ്ത്രമാണ്, ബ്രെയിൻ സയൻസ് ആണ്. ഇവിടെ നമ്മുടെ ചിന്തകൾ നമ്മളുടെ ന്യൂറൽ പാത്തുകൾ ക്രിയേറ്റ് പെടുത്തുന്നു എന്നുള്ള ആ ന്യൂറൽ പാത്തുകളിലൂടെ പിന്നെ സഞ്ചരിക്കുന്നതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ വൈബ്രേഷൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ചിന്തകൾ, ആ വികാരങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നുവോ അതേ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് സ്പഷ്ടമാണ്. അതിൽ നമുക്ക് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ ആവശ്യമായ ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പഴയ ചിന്താരീതികൾ എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. എങ്കിൽ മാത്രമേ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിനെ മാറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. അത് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യത്തോട് നിന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അഡ്മിൻ ഇന്നലെ മെഡിറ്റേഷൻ സമയത്ത് എഴുതി വെച്ചു ഒരു കാര്യം, ഭർത്താവിന് വേണ്ടി ഇന്ന് ഇത്രയും കാശ് കിട്ടിയാൽ സന്തോഷം എന്ന് എഴുതി വെച്ചു. ഇന്ന് വൈകിട്ട് മെഡിറ്റേഷന് പങ്കെടുക്കുന്ന തൊട്ട് മുമ്പായിട്ട് അവർക്കത് കിട്ടുകയും ചെയ്തു. ഞാൻ ഈ മാസം മുഴുവൻ എഴുതി വെച്ച കാര്യമാണ്. എനിക്ക് കുറച്ച് റോൾ ഉണ്ടായിരുന്നു, 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഈ മാസം വിചാരിച്ചു എനിക്ക് ഇന്ന് കാര്യങ്ങൾ 30-30 തീയതി മുമ്പിൽ കൃത്യമായിക്കണം, എനിക്കൊരു നല്ലൊരു ബാങ്ക് ബാലൻസ് ഈ മാസം അവിടെ വേണമെന്ന്. സത്യസന്ധമായിട്ട് പറയട്ടെ, സന്തോഷകരമായിട്ട് പറയട്ടെ, ഞാൻ വിചാരിച്ച മാത്രമേ ഉള്ളൂ. കൂടെ വലിയ പ്രവർത്തനങ്ങളും എന്താ പറയാ, വളരെ വലിയ മരിച്ചു പണിയെടുക്കലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നോർമലായിട്ട് മാത്രമേ ക്ലാസ്സുകളെല്ലാം നടത്തിയിട്ടുള്ളൂ. പക്ഷെ ഈ മാസം സന്തോഷകരമായിട്ട് എത്ര തന്നെ ചെലവുകളുള്ള മാസമാണ് ഈ മാസം. ചെലവുകൾ എത്ര ഉണ്ടായിട്ടും ബാങ്കിൽ ഒരു എമൗണ്ട് മാസം കൃത്യമായിട്ട് ഞാൻ വിചാരിച്ച എമൗണ്ട് ഉണ്ട്. അതാണ് അതിന്റെ സത്യം. ഇത് എന്താ വെച്ചാൽ, ഇത് നമ്മുടെ ചിന്താരീതികൾ ഓട്ടോമാറ്റിക് അങ്ങനെ ആയി തീർന്നതിന് ശേഷമാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് ചെയ്ത്, ഞങ്ങൾക്ക് 6-8 വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ എത്തിയത് കൊണ്ടാണ്. നിങ്ങൾ തുടക്കത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ബ്രെയിനിന്റെ ചേഞ്ചസ് വരുന്നത്. മറ്റൊന്നുമല്ല, ബ്രെയിനിലാണ് ചേഞ്ചസ് വരുന്നത്. നമ്മളിലുള്ളതാണ് ബ്രെയിൻ. അപ്പൊ നമ്മുടെ ഊർജ്ജനില, നമ്മുടെ വൈബ്രേഷനെ മാറ്റണം. നിങ്ങൾ എത്രയൊക്കെ പരാതികളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എത്ര വിഷയങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അതുപോലെ പോയ ഒരാളെ കാണിച്ചു തരാൻ പറ്റൂ. സാറിന് ഞങ്ങൾ സംസാരിക്കാൻ പോയി, ഞാൻ സാറിനോട് സംസാരിക്കാൻ പോയ എല്ലാ വിഷയങ്ങളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, എനിക്കൊരു സമാധാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ നിങ്ങൾ ഈ തപ്പിയെടുക്കുന്നുണ്ടാവാൻ പറ്റും. എങ്ങനെയായിരിക്കും അവർക്കത് മാറ്റം ഉണ്ടാക്കി പോവുക? അവർക്ക് എന്തൊക്കെയോ പ്രതീക്ഷകളുമായിട്ടാണ് പോയിട്ടുണ്ടാവുക. അവർ വലിയ പ്രതീക്ഷകളുമായിട്ട് പുറത്തോട്ടിറങ്ങി അവരൊക്കെ ജീവിതത്തിൽ മാറിയിട്ടുമുണ്ട്. 90% ഒരൊറ്റ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പലരുടെ ജീവിതത്തിൽ വലിയ മാറ്റം, അത്ഭുതകരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? ഐ എം നോട്ട് ദ ഗോഡ് ടു ചേഞ്ച് എനിബഡി. ചേഞ്ച് ഇൻ യുവർ ബ്രെയിൻ. ഞാൻ ഫീഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്തപ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടായി.
അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിത്യവും മാറ്റമുണ്ടായി. ഇത് ശാസ്ത്രീയമായ കാര്യമാണ്, ഇതിൽ വേറെ ഒന്നുമില്ല. ഊർജപരമായിട്ടുള്ള കൈമാറ്റം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഊർജത്തെ നിങ്ങളിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാവും. ഇത് വൈബ്രേഷന്റെ നിയമമാണ്. വൈബ്രേഷൻ ശരിയാക്കിയാൽ മാത്രം മതി, അത് അറിഞ്ഞ് ശരിയാക്കണം. ഇതാണ് നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാമിൽ ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് നിങ്ങളിലേക്ക് നമ്മൾ 1 to 1 ഒക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ ചെയ്യുന്ന അതേ മെത്തേഡ് ഡയറക്റ്റ് നിങ്ങൾ ഓരോ ആളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുക. അപ്പോൾ 90% ആൾക്കാർക്കും അതിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. പ്രാക്ടീസും കൂടി ചെയ്താൽ 100% മാറ്റമാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ മെയ്തെടുക്കേണ്ടത് എന്നറിയണം, പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നറിയണം. അതിൽ പ്രായങ്ങളൊന്നും ഇല്ല. 40, 50, 60, 70, 90 വയസ്സായ നോ പ്രോബ്ലം. അപ്പോഴെല്ലാം മനസ്സ് സജ്ജമാണ്, അവിടെയൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, ശാസ്ത്രം പറഞ്ഞതെന്ന് വെച്ചാൽ 20 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നു അതല്ല, ബ്രെയിൻ ഓൾവേസ് റെഡി ടു അഡാപ്റ്റ് ന്യൂ തിങ്സ്. ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഗ്രോത്ത് ഇല്ല എന്നാൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്തെടുക്കുക, ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതൊരു യാത്രയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജേർണി ടു ഹാപ്പിനെസ്. സന്തോഷത്തിലുള്ള യാത്രയാണ്. സന്തോഷം അനുഭവിക്കൂ എന്ന് പറയുന്നില്ല, അത് യാത്ര മാത്രമാണ്. കാരണം നിത്യവും നമ്മൾ അത് ചെയ്തു പോകണം, എങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിന് ഒന്നാമതായി നിങ്ങൾ അറിയേണ്ടത്, എഴുതി വെച്ചോളൂ, ഒന്നാമതായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട പേരാണ് അവയർനെസ് എന്ന് പറയുന്നത്. തിരിച്ചറിവുണ്ടാവണം. അറിവുണ്ട്, തിരിച്ചറിവില്ല. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എന്റെ ചിന്തകൾ എന്താണ്, ഞാൻ എന്ത് ചിന്തിക്കുന്നതാണ് ശരി, എന്ത് ചിന്തിക്കുന്നതാണ് തെറ്റ് എന്നുള്ള അവയർനെസ് എനിക്ക് വേണം. എന്റെ ചിന്തകളെ എനിക്ക് ശ്രദ്ധിക്കാൻ സമയം വേണം. ചിന്തകളെ ശ്രദ്ധിക്കണം, എന്നിട്ട് അത് നിരീക്ഷിക്കണം. ആഹാ, ഇത് ചിന്തിക്കുമ്പോൾ എന്താ എനിക്ക് പറ്റുന്നത്, ഇത് ചിന്തിക്കാതിരുന്നാൽ ഇപ്പൊ എനിക്ക് എന്തുമാണ് പറ്റുന്നത് എന്നുള്ള നിരീക്ഷണം ഉണ്ടാവും. നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും നമ്മുടെ വൈബ്രേഷനെ കുറക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക്. ഒരു വാക്കായാലും ഒരു വാക്ക് അത് നമ്മുടെ വൈബ്രേഷനെ കുറക്കും. അപ്പൊ അത്രയും നല്ല ഇതിന് ഞാൻ ഇത് നമ്മൾ ബോധത്തോടെ എന്ന് പറയുന്നില്ല, ഞാൻ പറയുന്നതാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചറിവുണ്ടായാൽ മതി. രണ്ടാമത്തെ കാര്യം, വൈകാരികമായിട്ടുള്ള ശുദ്ധീകരണം നമ്മൾ നടത്തും. ഇമോഷണൽ ഡീടോക്സിക്കേഷൻ എന്ന് പറയും. നമ്മൾ എന്താണെന്നറിയോ, നമുക്ക് വൈകാരികം വെച്ചാൽ പഴയ കാലത്ത് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിലേ പോകുമ്പോൾ ഒരാൾ ജസ്റ്റ് കമന്റ് അടിച്ചതായിരിക്കാം. ആ, ഇത് ചിലപ്പോ കമന്റ് അടിച്ച ആൾ കമന്റ് അടിച്ചെന്തായിരിക്കും അറിയോ, ഓ ഒരു കൊള്ളാലോടോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി നമ്മൾ ആഗ്രഹിക്കുന്നത് കൊള്ളാമല്ലോ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ പിന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ വേദനിപ്പിച്ചു. ഇങ്ങനെയുള്ള തെറ്റായ കുറെ ധാരണകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൊള്ളാമല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടുത്തൊരുക്കി പോകുന്നത്. അപ്പൊ ഒരാൾ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ അതിനെ അതേ രൂപത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ അന്ന് പറ്റിയിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഇത് വീണ്ടും വരുമ്പോൾ അപ്പൊ ട്രിഗർ ചെയ്യും. ഇതിനാണ് വൈകാരികമായ ഭാവം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് കുറ്റബോധങ്ങൾ നമുക്കുണ്ടാവും. മാപ്പ് കൊടുക്കൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലും വേണ്ട, അറിയത്ത് പോലും ഇല്ല നമുക്ക്. എന്തിനാ മാപ്പ് കൊടുക്കുന്നത്? ഞാൻ മാപ്പ് കൊടുക്കില്ല, എന്നെ അവരങ്ങനെ ചെയ്താണ്, ഇങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ മനുഷ്യൻ സംഭവിക്കുന്ന എവിടെയാണ് തെറ്റുപറ്റുന്നത്? നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നേയില്ല എന്താണ് ഈ പറയാൻ പോകുന്നത്. ഇത് വൈകാരികമായിട്ടുള്ള വിഷയമാണ്. വൈകാരികമായ ഇമോഷണൽ ഡീടോക്സിക്കേഷൻ നടത്തണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പിച്ച് പറയൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ആത്മവാക്യങ്ങൾ എന്ന് പറയും. ഓരോ ദിവസവും നമ്മൾ നമ്മളെ പറ്റിയിട്ട് പറഞ്ഞ ഐ ആം ബ്രില്യന്റ്, എന്താ പറയാ, നമുക്ക് എന്താണോ ആവേണ്ടത് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഒരു സംശയവും ഇല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തത്. എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു ചെറുപ്പത്തിൽ. വലിയ കളിയാക്കലായിരുന്നു. കാരണം വലിയ നീളം കൂടിയ മനുഷ്യനാണ്, വളരെ മെലിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എനിക്കില്ലാത്ത പേരുകളില്ല. 10, 12 പേര് സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്റെ ഓർമ്മയിലുള്ളത്, എഴുതി വെച്ചാൽ. അതിനെ കൂടുതൽ ഫ്രണ്ട്സ് വിളിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അതൊന്നും കേട്ടാൽ നിങ്ങളിപ്പോ ഞെട്ടിപ്പോകും. പക്ഷെ ഇന്ന് അതേ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നത് ആഹാ സുന്ദരൻ, മനോഹരൻ, അല്ലേ, പേര് മനോഹരൻ ആക്കിയിട്ടില്ലെങ്കിലും വിളിക്കണം. ഇതൊക്കെ ഞാൻ ഡെയിലി പ്രാക്ടീസ് മിററിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താ. എന്റെ പല്ലൊക്കെ വളഞ്ഞായിരുന്നിട്ടുണ്ടായത്. ഒരു ഓപ്പറേഷൻ നടത്തിയില്ല, ഒരു ഡെന്റലിൽ പോയിട്ടില്ല, ഒരു സ്ഥലത്തും പോയിട്ടില്ല എന്റെ വളഞ്ഞ പല്ല് ശരിയാക്കാനായിട്ട്. എന്നെ വിളിച്ച പേരെല്ലാവരും ഇപ്പൊ വിളിക്കാം. പേര് ഞാനിവിടെ വിളിച്ചാൽ നിങ്ങൾ എല്ലാവരും പിന്നെ പണ്ട് സാർ ഇങ്ങനെ ആയിരുന്നില്ല ആ പേര് വിളിക്കാം. അത് വേണ്ട. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട്, അവർക്കൊരു ഓർമ്മയുണ്ടാവും എന്തൊക്കെ പേരുകളാണ് വിളിച്ചത്. ഇന്ന് എന്റെ പല്ല് കണ്ടു കഴിഞ്ഞാൽ എന്താ അല്ലേ, നിങ്ങൾക്കറിയാം, ആരും ആ പേര് വിളിക്കില്ല. അപ്പൊ ഇത് നമ്മുടെ നിത്യമായ പ്രാക്ടീസിലൂടെ വന്ന കാര്യങ്ങളാണ്.
സന്തോഷം എന്നത് എന്റെ സഹജമായ സ്വഭാവമാണെന്ന് അംഗീകരിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സഹജമായ സ്വഭാവമാണെന്ന് അംഗീകരിക്കുന്ന എത്ര പേരുണ്ട്? ടൈപ്പ് ചെയ്തൊന്ന്, ഒന്ന് ടൈപ്പ് ചെയ്ത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? നിങ്ങളുടെ സഹജമായ സ്വഭാവമാണ്. പക്ഷെ നിങ്ങളത് ടൈപ്പ് പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. എത്ര പേരുണ്ട്? ടക്ക് 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 പറട്ടെ. 2 3 ഒന്ന് യൂസ് ചെയ്യുന്നുണ്ടോ? എത്ര പേര്? യെസ് യെസ് യെസ്. ഇതൊക്കെ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. സഹജമായ സ്വഭാവമാണ്. എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഓരോ ദിവസം എത്ര പേർക്ക് പറയാം? ഓരോ ദിവസവും എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ ജീവിതം ഇന്ന് പോലും അത്ഭുതമാണ്. എന്റെ ജീവിതത്തിൽ ഇന്നും രാവിലെ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. രാവിലെ 3:30 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ, അല്ലെ? രാവിലെ നിങ്ങൾ യോഗ ഉണ്ട്, മെഡിറ്റേഷൻ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റത് 8 മണിക്കാണ്. അത്ഭുതമല്ലേ? ഭയങ്കര അത്ഭുത. എന്നിട്ട് സന്തോഷത്തോടെ എഴുന്നേറ്റ് മനോഹരമായിട്ട് ഉറങ്ങി. രാവിലെ നിങ്ങൾ എത്ര പേര് 120 100 200 പേര് എന്നെ കാത്തിരുന്നു. ഞാൻ അവിടെ വന്നില്ല. എന്നിട്ടും ഞാൻ സന്തോഷിച്ചു. എന്തൊരു മനുഷ്യനാണ് ഞാനല്ലേ? നിങ്ങൾ ആരെങ്കിലും എന്നെ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാത്തോണ്ട് പറഞ്ഞു അയ്യോ സാറ് വരാത്തോണ്ട് മോശമായെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. കാരണം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ അത്ഭുതങ്ങളായിട്ട് തന്നെ എടുക്കുക. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കേടിക്കിടന്നുണ്ടെങ്കിൽ ഇത് അത്ഭുതം സംഭവിച്ചെന്ന് പറഞ്ഞേക്കല്ല, അതല്ലിട്ട് പറഞ്ഞത്. ഇങ്ങനെ ചില സംഭവിച്ചാലും അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നാളെ മുതൽ നിങ്ങൾ എന്നാ പിന്നെ സാറ് ക്ലാസ്സിൽ പറഞ്ഞാണ് 9 മണി വരെ കിടന്നുണ്ടെങ്കിൽ അത്ഭുതം നടന്നു. അങ്ങനെ അത്ഭുതം നടക്കും കേട്ടോ. പെട്ടെന്ന് അത്ഭുതം നടക്കും. അത് അത്ഭുതം, പക്ഷെ ഇവിടുന്ന് പോകാനുള്ള അത്ഭുതമായിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നിലനിൽക്കാനുള്ള അത്ഭുതമായിരിക്കില്ല എന്ന് തിരിച്ചറിയുക കേട്ടോ. പേടിക്കണം. അപ്പൊ അതുപോലെ ഇതുപോലെ അഫർമേഷൻസ് കൃത്യമായി. 4മത്തേന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയൽ. അത് പരിശീലിക്കുകയല്ല, നന്ദിയായി മാറണം. നിത്യവും നന്ദിയായി മാറണം ജീവിതം. ഓരോന്നിനും നന്ദിയുള്ള മനസ്സിൽ മാത്രമേ നല്ല ഊർജം നിറയുകയുള്ളൂ എന്നറിയുക. നന്ദി ഉള്ളവരടുത്ത് മാത്രമേ നമുക്ക് ഉയർന്ന ഊർജ നിലയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് നമ്മുടെ 5 സന്തോഷത്തിന് താക്കോലുകൾ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി നിങ്ങളെ പറഞ്ഞു, മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിൽ ഇത് കൃത്യമായി ഇരുത്തി പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നന്ദി പറയുന്നത് പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഇനിയും കൂടുതൽ തരൂ, ഐ ആം റെഡി ടു റിസീവ് എന്നാണ് അതിന്റെ അർത്ഥം. റിസീവ്, എത്ര തന്നോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ സ്വീകരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കാരണം എന്താ? ഇത് വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. എത്ര വേണേലും നിറയാം, ഒരിക്കലും നിറയില്ല. നിറവ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കുമെന്നറിയാം, അല്ലെ? അതുപോലത്തെ 5മത്തെ ഘട്ടമാണ് നമ്മൾ ധ്യാനവും ദൃശ്യവൽക്കരണവും ചെയ്യുക. മെഡിറ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ മൈൻഡ് ട്യൂണിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ധ്യാനവും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നുണ്ട്, രാവിലെയും ചെയ്യുന്നുണ്ട്, വൈകിട്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ധ്യാനമുണ്ട്, വിഷ്വലൈസേഷൻ ധ്യാനമുണ്ട്. രണ്ടും കൂടിയുള്ള ധ്യാനമാണ് നമ്മൾ 2020. അതിനകത്ത് നമ്മളിത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കൊണ്ടുവരിക, മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക. 100% സംഭവിച്ചിരിക്കും. 100% സംഭവിച്ചു. നിങ്ങൾക്കൊന്നിനെ അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്കൊന്നിനെ സങ്കല്പിക്കാൻ സാധിക്കുന്നുവോ അത് നിങ്ങൾക്ക് കൽപ്പിച്ച് നൽകപ്പെടും എന്നുള്ളതാണ് തത്വം. നിങ്ങൾ സങ്കല്പിക്കുന്നത് എന്തും നിങ്ങൾക്ക് കൽപ്പിച്ച് ലഭിക്കപ്പെടും, അല്ലെങ്കിൽ നൽകപ്പെടും എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് അനുഭവിച്ചതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അത് യാഥാർത്ഥ്യമായി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. എല്ലാ രീതികളിലും ചിട്ടയായ പരിശീലനമാണ് ആവശ്യം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജേർണി ടു ഹാപ്പിനെസ്സിൽ എത്താൻ സാധിക്കുക, സന്തോഷത്തിലേക്കുള്ള യാത്ര എത്താൻ. ഇതെല്ലാം ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനായിട്ട് ജേർണി ടു ഹാപ്പിനെസ്, ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, കീ ടു ഹാപ്പിനെസ്, ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ, കാര്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഏതെടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. യെസ്, നന്ദി പറയലിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഗീത പറഞ്ഞു, ശരിയാണ് ഗീത, കൃത്യമായി. അപ്പൊ നമ്മളിൽ പലരും കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മാനസിക പിരിമുറുക്കം എല്ലാവർക്കും ഉണ്ടാകും. ഉത്കണ്ഠ, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. പെട്ടെന്ന് പറയും ഞാനിതാ ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മൂഡിലേക്കൊന്നും ഒരാളും പോവില്ലെന്ന്. അതൊക്കെ നമ്മൾ ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി സ്ട്രെസ് ഉണ്ടോ? ഇല്ല. ആങ്സൈറ്റി ഉണ്ടോ? ഇല്ല. അതറിയില്ല. പക്ഷെ ഡിപ്രഷൻ എന്താണെന്നറിയാം. ഡിപ്രഷൻ അതിനേക്കാളും ഭയാനകരമായ അവസ്ഥയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുക, അതിനെ ഒഴിവാക്കാൻ ഈ പ്രക്രിയയുള്ള കടന്നു പോവുക. അപ്പൊ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ ഓരോരുത്തരും
വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഇത്രയോ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവാക്കുന്നുണ്ട്, എത്ര ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്, എത്ര ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്, എത്ര ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുന്നു, ആരാന്നും ഞാൻ പറയുന്നില്ല, ചെലവാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മാറ്റപ്പെടുത്താൻ, നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറക്കാൻ, നിങ്ങളുടെ ആങ്സൈറ്റിയെ കുറക്കാൻ, നിങ്ങളുടെ ഡിപ്രഷനെ കുറക്കാൻ, നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തെ കുറക്കാൻ, നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മയെ ഒഴിവാക്കാനായിട്ട്, സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ചേരുക. ഉടനെ വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. നെഗറ്റീവ് ചിന്തകളിലൂടെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് ചിന്തകളെ നിറക്കാനുള്ള ഒരു കുടമാക്കി നിങ്ങളുടെ മനസ്സിനെ മാറ്റുക. ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. റിലേഷൻഷിപ്പിലുണ്ടാവാം, ബന്ധുക്കളുടെ വിഷയങ്ങളുണ്ടാവാം, XYZ സോ മെനി പ്രോബ്ലംസ് ആർ ദേർ. പ്രോബ്ലംസിന് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, അത്രയുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ മാറ്റൽ ഒരു പ്രക്രിയ മാത്രമാണ്. 100 വിഷയങ്ങൾക്ക് ഒരേ ഒരു പരിഹാരം, അവനവനെ മനസ്സിലാക്കുക, അവനവനെ ഉൾക്കൊള്ളുക, അവനവനായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾക്കും പരിഹാരമാണെന്നറിയുക. മനസ്സിന്റെ വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പൊ നിങ്ങളുടെ മനസ്സ് ശരിയായ തരംഗത്തിലേക്ക് എത്താനുള്ള എളുപ്പമായ വഴികളാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇതിന് ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. എപ്പോഴും മനസ്സിൽ ഇതൊക്കെ നിറച്ചു വെച്ചാൽ മതി. എൻ്റെ മനസ്സ് ശാന്തമാണ്, എൻ്റെ ചിന്തകൾ പോസിറ്റീവാണ് എന്നുള്ള നിത്യമായിട്ടുള്ള ആ ബോധത്തിൽ നിന്നാൽ മതി. ആ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ മാറാൻ വലിയ അത്ഭുതങ്ങളൊന്നുമല്ല ആവശ്യം, നമ്മുടെ മനസ്സാകുന്ന അത്ഭുതത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. യൂട്യൂബ് വീഡിയോ കാണുന്നവരും നിങ്ങൾക്ക് പറഞ്ഞതിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങളായിട്ട് താഴെ ചോദിച്ചോളൂ, മറുപടി പറയാം. അല്ലെങ്കിൽ അതിന് വേണ്ടി തന്നെ മറ്റൊരു ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമയത്തിലേക്ക് വിട്ടുതരുന്നു. താങ്ക് യു വെരി മച്ച്. ആർക്ക് ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. താങ്ക് യു. അപ്പോൾ മറക്കാതിരിക്കുക, ലാസ്റ്റ് എത്തിയപ്പോഴും മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ എന്നെ മറന്നാലും ചാനലിനെ മറക്കാതിരിക്കുക. ചാനലിന്റെ പേരാണ് എൻ്റെ പേര്, മറക്കാതിരിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് നോട്ടിഫിക്കേഷൻ വെച്ചോളൂ. എല്ലാ ദിവസവും വരുന്ന ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.